ലാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമിയോ റോളിൽ അടിപൊളി ഒരു നടൻ വരുന്നുണ്ട്. അത് ഞാൻ സസ്പെൻസ് വിടുന്നില്ല. പടം അടിപൊളിയാണ്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടും കണ്ടിരിക്കണം. കാരണം വെച്ചാൽ ഈ ക്ലൈമാക്സ് പഞ്ച് കിട്ടാണ്ടിരിക്കേണ്ടത് സെക്കൻഡ് പാർട്ട് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അടിപൊളിയാണ്. 4ാം പാർട്ട് വരുന്നുണ്ട് കട്ട വെയിറ്റ്. ഹിറ്റ് 3 കണ്ടായിരുന്നു. സോ ഏകദേശം ഒരു 3 മണിക്കൂറോളം സിനിമ ഒട്ടും തന്നെ ലാഗ് ഇല്ല എന്നല്ല, ലാഗ് വരുന്നത് ഇവരുടെ ഈ റൊമാൻസ് പോർഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്താണ്. ആൻഡ് അത് നമുക്ക് ക്രിഞ്ചായി തോന്നുമെങ്കിലും വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നല്ല, അതെന്തുകൊണ്ടാണെന്നുള്ളത് പിന്നെയാണ്. ഈ സിനിമേനെ ആക്ച്വലി എൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡ് ആക്റ്റും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒട്ടും തന്നെ അതിനൊരു ലാഗ് കൊണ്ടുവരാതെ അവർ പ്രൂവ് ചെയ്തു. ഈ ഓൾസോ ഇതിന് ഇൻസൈറ്റിംഗ് പോയിന്റ് ഭയങ്കര രസം. ഇതിൻ്റെ കണ്ടന്റ് ശരിക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കണ്ടന്റാണ്. ഇങ്ങനത്തെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപാട് പേർക്ക് അതിന് അറിയാത്തൊരു സംഭവമാണ്. എസ്പെഷ്യലി ഇതിലൊരു വില്ലൻ സാധനം വരുമ്പോഴേക്കും അങ്ങനത്തെ ഒരു പാർട്ടിലേക്ക് ഈ ഒരു സാധനം കൊണ്ടുവരുമ്പോഴേക്കും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു വില്ലൻ മാത്രമല്ല, ദർ ആർ സോ മെനി പീപ്പിൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രൂത്ത് ഇതിൽ ഭയങ്കരമായിട്ട് അതിനെ കൊണ്ടുവന്നതിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡബ്ബിംഗ് ടെക്നിക്കാലിറ്റി ഇച്ചിരി ശോകമായിരുന്നു, ബിക്കോസ് ചില ഡയലോഗ്സ് ഒന്നും വന്നിരുന്നില്ല. ആൻഡ് ചിലത് അവർ തെലുഗു തന്നെ ആഡ് ചെയ്യാൻ ചെയ്തത്. സോങ്സ് അൺനെസസറി ആയിട്ടില്ല, അൺനെസസറി വയലൻസ് ആക്ച്വലി ഇല്ല. എന്താണ് പറയുന്നത് വെച്ചാൽ വെറുതെ ഒരാളങ്ങനെ കൊല്ലുന്ന അങ്ങനെയല്ല. ഇതിൽ വേണ്ട വയലൻസ് ആണ്, ബിക്കോസ് ആ കണ്ടന്റ് അങ്ങനെയാണ്. കണ്ടന്റ് ഇസ് പ്യുവർലി വയലൻസ് ഡ്രിവൺ ആണ്. ആൻഡ് അത് അങ്ങനെ അപ്പോൾ ഞാൻ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് ആ രീതിയിൽ കൊല്ലുന്നു എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു സംഭവം വരുന്നില്ല അവിടെ. ആൻഡ് അധികം അങ്ങനെ ഭയങ്കര സ്പൂൺ ഫീഡിങ് ആയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അത്യാവശ്യം സട്ടിലിറ്റി ഉണ്ട്, ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് രസം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഹീറോയിൻസ് അല്ല വന്നത്. ഹീറോയിൻസിനും ഭയങ്കര ഹീറോയിൻ ആക്ച്വലി ശ്രീനിധിക്കാണെങ്കിലും ആക്ഷൻ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെറുതെ ബോർ വർക്കല്ല. എനിക്ക് ഹിറ്റ് 1ഉം 2ഉം 3ലും ഓരോ ഇത് വരുമ്പോഴും ഹിറ്റ് 1നേക്കാൾ കൂടുതൽ നല്ലത് 2 ആണെന്ന് തോന്നും. 2നേക്കാൾ നല്ലത് 3 ആണ് ആക്ച്വലി. 3 ഈസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ഇതിൻ്റെ 4th ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് വരുന്ന ആൾ നമ്മൾ ഒട്ടും തന്നെ ഈ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരാളും കൂടിയാണ്. സോ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത് ഇവർ ഏറ്റവും നല്ല രീതിക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാന്നല്ല, അത് ഹൈയപ്പ് ആക്കുക ചെയ്തത്. ഓവറോൾ ബ്യൂട്ടിഫുൾ വർക്ക്, ഭയങ്കര രസമുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആൻഡ് അഡൾട്ട് സിനിമയാണ്, സോ അതുകൊണ്ട് തന്നെ പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സിനിമ. താങ്ക് യു. ഞാനൊരു സ്വാഗതം ഡാനി നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പക്ഷെ ചെയ്തോണ്ടാണ് ഞാൻ ചെയ്ത പടം അതാ പടം കാണുന്നതാണോ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പക്ഷെ പടം പുറത്താണ്, നല്ല പടമാണ്. ഫോർത്തിലേക്കുള്ള ഒരു ഹിറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പടം ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നത്. ആ എൻഡ് കൊടുത്തിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരക്ടർ വെച്ചിട്ടാണ് പടം എൻഡ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സിൽ ഗംഭീര ഫൈറ്റ് ഒരു 10 മിനിറ്റ് ഗംഭീരമായ ഫൈറ്റ്, ഒരു രക്ഷയില്ല. മാർക്കോട ക്ലൈമാക്സ് ഫൈറ്റ് പോലെ ഉണ്ട്, അത് അടിപൊളിയായിട്ട്. വയലൻസ് കൂടുതലാണ്, പക്ഷേ ഇത് വയലൻസ് മാത്രമല്ല, വയലൻസ് ഉണ്ട്, പക്ഷേ അതിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പടമാണ്. എന്തായാലും നമുക്ക് കുടുംബ പ്രേക്ഷകർക്കും വന്നിട്ട് കാണാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സഹോദരിയാണ് ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറ ചെയ്തിട്ടുള്ളത്. കാരണം ആ കൊച്ച് മരണപ്പെട്ടു. അതിനുശേഷം എനിക്ക് പടം കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം അത് ചെയ്തിട്ടുള്ള വർക്കായതുകൊണ്ട്. പക്ഷേ എന്തായാലും ഞാൻ പടത്തിനെ കുറിച്ച് കൂടുതൽ ഹൈപ്പ് കൊടുത്ത് പറയുകയല്ല. പടം നല്ല പടമാണ്. എന്തായാലും നമുക്ക് പൈസ കൊടുത്തൊന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. വീട്ടിലാണ് ഒരു രക്ഷയില്ല. അവസാനം ഒരു ക്യാമിയോ റോളിൽ ഒരു നടൻ വരുന്നുണ്ട്, അതൊന്ന് കാണുക, അടിപൊളിയാണ്. ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ് സിനിമ പോലെ തന്നെ സൂപ്പർ ഹിറ്റ് പടമാണ്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എല്ലാം കൊണ്ട് അടിപൊളി ഒരു സിനിമയാണ്. നാനി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു മികവുറ്റ പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. വയലൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? മാർക്കോ പോലെ അത്ര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, എന്നാലും ഉണ്ട് വയലൻസ്. മാർക്കോയെക്കാളും ഹെവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാലും അത്യാവശ്യം ഒരു വയലൻസ് അങ്ങനെ പറയാം. എ സർട്ടിഫിക്കറ്റ് മൂവി ആയിരുന്നല്ലോ. A+. അപ്പോൾ വയലൻസ് പ്രതീക്ഷിച്ചിട്ടാണോ വന്നത്? ഇല്ല, വയലൻസ് പ്രതീക്ഷിക്കുന്നില്ല. ഇതിൻ്റെ ട്രെയിലറൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്ര വയലൻസ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ആ ക്ലൈമാക്സിൽ എനിക്ക് വരുമ്പോഴത്തേന് വയലൻസ് അടിപൊളിയായിട്ടുണ്ട്.